പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം തുടരുന്നു. പോലീസിന്റെ അനുമതി ഇല്ലാതെയാണ് രാത്രിയിലും പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ നീതിക്കു വേണ്ടിയാണ് ജന്തർ മന്ദിറിൽ എത്തിയതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ 24നോട് പ്രതികരിച്ചു. शाम के 5 बजे प्रोटेस्ट कर नहीं सकते, गलत बात है. सही बात है, यही कहना चाह रहे हो ना. 12 स्टूडेंट्स की सुसाइड हो गई है, उसके बाद कुर्सी पर बने रहना सही बात है. प्रोटेस्ट करना गलत बात है, लेकिन 12 स्टूडेंट सुसाइड करते, पिछले 48 घंटे में 6 स्टूडेंट सुसाइड करते, उसके बाद भी कुर्सी पर बने रहते, ये सही बात है. और हम जो कर रहे हैं वो गलत है. मैं नीट के बच्चों को कहना चाहूँगा, आप जाइए एग्ज़ाम दे दीजिए, आप टेंशन मत लीजिए. आपके भाई आपके बहन यहाँ पर जो बड़े भाई बहन हैं वो आपके हक की लड़ाई लड़ रहे हैं. एंड वी वोंट स्टॉप अंटिल वी गेट जस्टिस फॉर यू. PR അരവിന്ദ് ജന്തർ മന്ദിറിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകാൻ എത്തിയിരിക്കുകയാണ്. അരവിന്ദ്, നാളെയാണ് നീറ്റ് പരീക്ഷ നടക്കാനിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയ സാഹചര്യമുണ്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട്. 5 മണിവരെയുള്ള അനുമതി അതിപ്പോൾ രാത്രി വൈകിയും പക്ഷേ പ്രതിഷേധമായി തന്നെ തുടരുകയാണല്ലേ? എന്താണ് ഡൽഹി പോലീസിന്റെ നിലപാട്? അസിത, രാത്രി വൈകിയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഡൽഹി ജന്തർ മന്ദിറിൽ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. നിലവിൽ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിന് അനുമതി നൽകുകയാണെങ്കിൽ 5 മണിവരെയാണ് പോലീസ് അനുമതി നൽകുക. അതിനുശേഷം എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെടും. സമാനമായ രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരോടും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവരിവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് CJP വ്യക്തമാക്കിയിരിക്കുന്നത്. ആവർത്തിച്ച് തന്നെ പോലീസ് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഈ പ്രതിഷേധം തുടരാനുള്ള അനുമതി അത് ലഭ്യമല്ല, എല്ലാവരും സമാധാനത്തോടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച പ്രതിഷേധത്തിൽ ഏകദേശം 1500ഓളം പേർ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഏകദേശം 250ഓളം പേർ ഈ ഡൽഹി ജന്തർ മന്ദിറിൽ തുടരുകയാണ്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് CJP സ്ഥാപകനും അതോടൊപ്പം തന്നെ CJPയുടെ പ്രവർത്തകരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കടക്കമാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ കൃത്യമായി കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതാണ് ഇപ്പോൾ CJP അടക്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും തങ്ങളുടെ ഈ ആവശ്യം ഉന്നയിച്ച് അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നത് വരെ തങ്ങൾ ഇവിടെ തന്നെ തുടരുമെന്ന് CJP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 6 മണിയോടുകൂടി ആദ്യം ഇവിടുത്തെ വൈദ്യുതിയൊക്കെ വിച്ഛേദിക്കുകയും കുടിവെള്ളം പോലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോലീസ് അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷേ ആ പ്രവർത്തകർ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് കണ്ടതോടുകൂടി തന്നെ ഇവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും പിന്നീട് കുടിവെള്ളവും ഭക്ഷണവും അടക്കം ഇവർക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് ആവർത്തിച്ച് ഓരോ അരമണിക്കൂറോ ഇടവിട്ടും നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന ആവശ്യം ഉന്നയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ തങ്ങൾ ഇവിടെ തന്നെ തുടരും. തങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അത് ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിലടക്കം CJP പ്രതിഷേധിച്ചിരുന്നു. ജയ്പൂരിൽ ഇത്തരത്തിൽ അഭിജിത് ദീപ്കെ പ്രതിഷേധിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് നേരെ മർദ്ദനം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ആ ആവശ്യത്തിൽ ഉന്നയിച്ച് തന്നെയാണ് CJP മുന്നോട്ട് പോകുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇല്ലാതെ ഇവിടെ നിന്ന് പോകില്ല എന്ന് തന്നെ CJP വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം അനുമതി ഇല്ല എന്ന് തന്നെയാണ് പോലീസ് ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി പ്രവർത്തകർ 250ഓളം പ്രവർത്തകർ ഇപ്പോഴും ഡൽഹി ജന്തർ മന്ദിറിൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇത്തരം ഒരു സമരം ജന്തർ മന്ദിർ കണ്ടത് ഗുസ്തി താരങ്ങളുടെ സമരമാണ്. നമുക്കറിയാം വലിയ പ്രതിഷേധം അന്നുണ്ടായിരുന്നു. അന്ന് നിരവധി പ്രവർത്തകരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഗുസ്തി താരങ്ങൾക്ക് പിന്തുണ കൽപ്പിച്ച് ഡൽഹി ജന്തർ മന്ദിറിലേക്ക് എത്തിയിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകുന്നത്. അരവിന്ദ്, രാത്രി വൈകിയും അവിടെ പ്രതിഷേധം തുടരുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞൊന്നും CJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നില്ല. PR അരവിന്ദാണ് ജന്തർ മന്ദിറിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.